സോ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിനകത്ത് കുറച്ച് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് പാൻ കാർഡ് വേണം. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. സോ നിങ്ങളുടെ പാൻ സ്റ്റാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ അക്കൗണ്ടാണ് ആമസോൺ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ, അതായത് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതുവഴി നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ഏണിങ്സ് അതുപോലെ വലിയ വലിയ ഏണിങ്സ് റേറ്റ് ആക്കാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാ ഫ്രണ്ട്സ് ജസ്റ്റ് എടുത്തിട്ടേക്ക് ഈ ആമസോൺ അഫിലിയേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് 10 മിനിറ്റ് പ്രോസസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാ പ്രോസസും കാണിച്ചിരുന്നുണ്ട്. ലൈവായിട്ട് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഫുൾ ആയി കണ്ടാൽ മാത്രം മതി. സോ ഇതിനായിട്ട് പർച്ചേസ് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് മൊബൈൽ ഫോൺ മാത്രം മതി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കമ്മീഷനൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ബാങ്കുകളിലേക്ക് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റം കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ ആ ഒരു പിൻട്രസ്റ്റ് അതുപോലെ തന്നെ എൻകർ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് കണക്ക് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ലിങ്ക് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഏണിങ്സ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രം നമ്മുടെ ചാനൽ അപ്ലോഡുകളൊക്കെ ചെയ്തോളൂ. സോ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ 500 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ഉള്ള മെന്റർഷിപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതായത് ചാനൽ ബയോയിലുണ്ട്. ജോയിൻ ചെയ്താൽ മാത്രം മതി. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആമസോൺ അഫിലിയേറ്റിൽ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിലാണ് നമ്മൾ അക്കൗണ്ടും കാളൊക്കെ എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ സെർച്ചും കാളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ആമസോൺ അഫിലിയേറ്റ് എന്ന ലിങ്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ഇന്റർഫേസിലായിരിക്കും നമുക്ക് കുറേ ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും റെക്കമെൻഡ് പ്രോഡക്റ്റ് ആൻഡ് അഡ്വർടൈസിങ് ഈസി ഫീസ് എന്നൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ സൈൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റും, അതായത് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ന്യൂ ആണെങ്കിൽ ഇവിടെ കാണാം സൈൻ അപ്പ്, നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ സൈൻ ഇൻ കാളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഡിവൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലും കാളൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സൈൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട് ആണ്. സോ ഇവിടെ ഫസ്റ്റ് ഇന്റർഫേസ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇമെയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാളൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് എന്താണ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കണ്ടിന്യൂ ഓപ്ഷനുകളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ OTP വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ആമസോൺ അഫിലിയേറ്റ് നിങ്ങളൊന്നുകൂടെ ലോഗിനുകളൊക്കെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ സൈൻ അപ്പ് ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഓപ്ഷനും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് പേയ് നെയിം ഉണ്ട്, അതുപോലെ തന്നെ അഡ്രസ് 1, 2, 3 സിറ്റി കാണാൻ പറ്റും, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡ് ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മുടെ പേയ് നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നമുക്കൊരു ഡോക്യുമെൻറ്റ് കാണുമല്ലോ, അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ അതിനകത്തുള്ള പേരാണ് നമ്മൾ കൊടുക്കാനുള്ളത്. ഇപ്പം നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്നൊരു ടൈപ്പിങ്ങുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാം അഡ്രസ്സ് 1, ഇത് മസ്റ്റ് ആയിട്ട് എൻ്റർ കളൊക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അഡ്രസ്സ് 1 കളൊക്കെ ഫില്ല് ചെയ്യുക. അതിനുശേഷം സിറ്റി മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇവിടെ കാണാം റെഡ് ഡോട്ട് ഉണ്ട്. ഓക്കെ, റെഡ് ഡോട്ടുള്ള എല്ലാം മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ റെഡ് ഡോട്ട് ഉണ്ട്, അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് പോസ്റ്റൽ കോഡ്, കൺട്രി ഇതൊക്കെ സെലക്ടിങ്ങുകളൊക്കെ ചെയ്ത് കൊടുക്കുക. സോ പിന്നെ തൊട്ട് താഴെ എന്താണ് മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറോട് അടിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീടൊക്കെ എന്തെങ്കിലും മാറ്റം വരാനാണ് അവിടെ കാണാൻ പറ്റും. പേയ് ഉണ്ട്, അതുപോലെ തന്നെ സംവൺ എൽസും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പേയ് ആണ് സെലക്ട് ചെയ്യുന്നത്. സോ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളത്. സോ അതിനകത്താണ് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡായി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ പിന്നെ എൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും കോൺടാക്ട് നെയിം, അവിടെ നിങ്ങളുടെ പേരും കാളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള സമയം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ പിന്നെ വേറൊരു ഓപ്ഷൻ വരുന്ന താഴെ കാണാൻ പറ്റും നമ്മുടെ US ടാക്സിൻ്റെ സംഭവമാണ്. ജസ്റ്റ് അവിടെ നോൺ കളർ സെലക്ട് കൊടുക്കുക. അതിന് താഴെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂസിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഓക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓൾറെഡി ഒരു അഡ്രസ്സും കാളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഓൾറെഡി ഒരു അക്കൗണ്ട് കാളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടാണ്. അപ്പം ഞാൻ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂസിലേക്ക് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ആഡ് ആക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ യുവർ മൊബൈൽ ആപ്പ് യുവറിലൊക്കെ കിടക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എന്താണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ വേറെ എന്ന് വെച്ചെങ്കിൽ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് ഓപ്ഷണലാണ്, ഇത് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഇതാണ് ഞാൻ മസ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് യൂട്യൂബ് ചാനലിൻ്റെയാണ്. സോ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താഴെ സ്ക്രോൾ ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ഓപ്ഷൻ്റെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാം വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർഡ് ID കിടക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഓക്കെ,
സോ പിന്നെ പറയുന്നുണ്ട് വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് അബൌട്ട്. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ വെബ്സൈറ്റ്, അതായത് എൻ്റെ യൂട്യൂബ് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്താണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ താഴെ സ്ക്രോൾ ചെയ്ത് വേറെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ബ്ലോഗ് ആണോ, കമ്പാരിറ്റീവ് ഷോപ്പിംഗ് ആണോ, അങ്ങനെ കുറേ പല വെബ്സൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ പേജ് എന്നൊക്കെയാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹൗ ഡു യു ഹിയർ അബൌട്ട് അസ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ സെർച്ച്, അതൊക്കെ നിങ്ങളുടെ, അതായത് ഇതൊക്കെ നിങ്ങളുടെയുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, സോ ഞാൻ എന്താണ് ഫ്രം ആമസോൺ സൈറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ എനിക്കുള്ള ചെയ്യാളത് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഇത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അതൊക്കെ എൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ കാണാൻ പറ്റും നമ്മുടെ ആമസോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. മസ്റ്റായിട്ട് ടിക്ക് മാർക്ക് തന്നെ കൊടുക്കുക. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പറുകളെ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും എന്താണ് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെ കാണാൻ പറ്റും നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫോർമേഷൻ നമുക്ക് ഇപ്പോൾ കൊടുക്കണോ, അതായത് പിന്നീട് കൊടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ റിസീവ് ആവുമല്ലോ. ഓക്കെ, നമുക്കിത് ചെയ്യുമ്പോൾ പൈസ വേണ്ടേ. സോ അത് ഇപ്പോഴാണോ പിന്നീട് റിസീവ് ആവണോ. ഓക്കെ, സോ എനിക്കിപ്പോൾ ചെയ്യണം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത ഇൻ്റർഫേസായി നമുക്ക് ഇപ്പോഴാണ് പേയ്മെൻറ്റ് ആടാനുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം യുവർ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് പേ മീ ബൈ NEFT. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനാഷണലൊക്കെ എന്താണ് പേയ്മെൻറ്റ് റിസീവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കാണാൻ പറ്റും സ്കിപ്പ് പേയ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ടാക്സ് ഇൻഫോർമേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ കാണാം മിനിമം ഏർണിങ്സ് 1000 ആയാലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബാങ്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻ കാണാൻ പറ്റും, ബാങ്ക് കറൻസി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും അക്കൗണ്ട് ഹോൾഡർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് കൺഫേം ചെയ്യുക, പിന്നെ ബാങ്ക് നെയിം, പിന്നെ IFSC കോഡ്, ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എൻ്റർ ചെയ്യുന്നത് സബ്മിറ്റിംഗ് ആളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി സബ്മിറ്റിംഗ് ആളെ കൊടുക്കുകയാണ്. ഓക്കെ, സോ സബ്മിറ്റ് എടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഇൻ്റർവ്യൂസിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഓടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസായി വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ് നമുക്കവിടെ തിരുത്താനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇൻ്റർവ്യൂസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാൻ കാർഡ് ആഡ്. ഇവിടെ കാണാം പാൻ ആൻഡ് GST ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് അതുപോലെ കാണാൻ പറ്റും വാട്ട് ഈസ് യുവർ ടാക്സ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആണോ ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഇൻഡിവിജ്വലാണ്, ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് ചെയ്യുന്നത്. സോ അതിന് തൊട്ട് താഴെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ എന്താണ് നമുക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട സംഭവമാണ്. ഇവിടെ കാണാൻ ഓപ്ഷനല്ല, ഇതൊക്കെ ഓപ്ഷനിലാണ്. ഓക്കെ, ഇത് ഓപ്ഷനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ഓപ്ഷനിലാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സോ ഫസ്റ്റ് നമുക്ക് പാൻ നമ്പർ അടിക്കണം. ഓക്കെ, അത് എന്താണ് മസ്റ്റ് അടിക്കണം. പിന്നെ തൊട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ പാൻ നമ്പർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ ഓപ്ഷനിലാണ്. എന്നിട്ട് എന്താണ് നമ്മുടെ നെയിം ടൈപ്പ് ചെയ്യണം. ഓക്കെ, സിഗ്നേച്ചർ നമ്മൾ നെയിമും കാൾ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് എന്താണ് സബ്മിറ്റിംഗ് ആളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അതിന് ശേഷം സബ്മിറ്റിംഗ് ആളൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ഓപ്ഷനിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റർ ചെയ്യുന്ന ശേഷം സബ്മിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇൻ്റർവ്യൂസിലേക്കും പോകുന്നത്. സോ ഗൈസ് അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സബ്മിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷനാണ് കൊടുത്തതെന്ന് കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, പാൻ കാർഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ആവുന്നതായിരിക്കും. സോ നമ്മൾ അടുത്ത ഇൻ്റർവ്യൂസിൽ ആളൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വെൽക്കം ആയിട്ടുണ്ട്. അപ്പോൾ കാണാം ഇമെയിൽ കൊടുക്കുന്നുണ്ട്, ഇൻകം ടൈപ്പ് സർവീസ് ആണ്, പിന്നെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അൺബ്ലോക്ക് ആണ്. ഓക്കെ, സോ ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഫോർമേഷനൊക്കെ എന്ത് തെറ്റൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അൺബ്ലോക്ക്ഡ് ആണ്. ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ടൂർ ഉണ്ട്. ഓക്കെ, ഇത് താഴെ സ്ക്രോൾ ചെയ്താൽ വേറെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഫൈനലി നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡൊക്കെ എൻ്റർ ചെയ്തൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇത്ര മാത്രമേ നമ്മുടെ ഈ ആമസോണിൻ്റെ അക്കൗണ്ടുകളൊക്കെ, അതായത് ആമസോൺ അഫിലിയേറ്റിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഹോമിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ വേറെ കാണാണ്ട് പിന്നെ പ്രോഡക്റ്റ് ലിങ്ക് അതൊക്കെ നിങ്ങൾക്ക് നോക്കി കണ്ടൊക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ അക്കൗണ്ട് കാണാൻ പറ്റും, ഹെൽപ്പ്, അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ടൂൾസ്, പ്രോഡക്റ്റ് ലിങ്കിങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അങ്ങനെ സെറ്റ് ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ സർവർ എന്തോ ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സർവർ എന്തോ ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആമസോൺ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്, ആമസോണിൻ്റെ അഫിലിയേറ്റ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്. സോ പിന്നീട് നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡാക്കുന്നത് എല്ലാം പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ജസ്റ്റ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ എങ്ങനെയാണ് ഈ ആമസോൺ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എപ്പോഴായാലും നിങ്ങളിപ്പോൾ ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്നവരോ ചെറിയ പ്രൊമോട്ടറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിങ്കുകളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ചെറിയ ഏണിങ്സ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ എൻ്റെ യൂസും കാര്യങ്ങളൊക്കെ.
അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എന്താ ഡൗട്ടുകളൊക്കെ കമന്റിൽ ചോദിക്കേണ്ട മറക്കണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി അടുത്ത എന്തെങ്കിലും വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റിൽ ചോദിക്കേണ്ട മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.